ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ CPM-നെതിരെ വ്യാജ വാർത്ത നൽകിയതിൽ ഖേദം പ്രകടിപ്പിച്ച് മലയാള മനോരമ. ദേശീയപാത നിർമ്മാണ കരാർ ലഭിച്ച മേഘ കമ്പനിയിൽ നിന്നും CPIM 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നായിരുന്നു മലയാള മനോരമയുടെ വാർത്ത. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ നിന്ന് CPIM 2021-22 കാലഘട്ടത്തിൽ 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നായിരുന്നു മലയാള മനോരമ ദിനപത്രവും മലയാള മനോരമ ഓൺലൈനും പ്രചരിപ്പിച്ചത്. ദേശീയപാത നിർമ്മാണത്തിന്റെ കരാർ ലഭിച്ച കമ്പനി കൂടിയാണ് മേഘ ഇൻഫ്രാസ്ട്രക്ചർ. ഇലക്ട്രൽ ബോണ്ടിനെതിരെ നിയമപോരാട്ടം നടത്തിയ പാർട്ടിയാണ് CPIM എന്നിരിക്കെയായിരുന്നു മനോരമയുടെ ഈ വ്യാജവാർത്ത. വ്യാജവാർത്തയ്ക്കെതിരെ CPIM നിയമ നടപടി ആരംഭിച്ചിരുന്നു. മലയാള മനോരമയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം തന്നെ വക്കീൽ നോട്ടീസ് അയച്ചു. ഇതിന് തൊട്ടുപിന്നാലെയാണ് ഖേദപ്രകടനവുമായി മലയാള മനോരമ രംഗത്തെത്തിയത്. ഇന്നത്തെ പത്രത്തിൽ 5-ാം പേജിലായാണ് മലയാള മനോരമ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി പറഞ്ഞത്. മേഘ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് CPIM 25 ലക്ഷം രൂപ നൽകിയത് ഇലക്ട്രൽ ബോണ്ടായിട്ടല്ല, സംഭാവനയായിട്ടാണ് എന്നായിരുന്നു തിരുത്ത്. കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ പിശക് വന്നതിൽ ഖേദിക്കുന്നതായും ഇതിൽ പറയുന്നു. വ്യാജവാർത്ത മനോരമ നൽകിയതിന് പിന്നാലെ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നായി ഉയർന്നത്. ഇത്തരത്തിലുള്ള വ്യാജവാർത്ത ഇതാദ്യമായല്ല മനോരമ നൽകുന്നത് എങ്കിൽ പോലും രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത പാർട്ടിയായ, ഇലക്ട്രൽ ബോണ്ടിനെതിരെ നിയമപോരാട്ടം നടത്തിയ പാർട്ടി എന്ന പ്രത്യേകതയുമുള്ള CPIM-നെതിരെ നടന്ന ഗൂഢാലോചന കൂടിയാണ് വാർത്ത എന്നും വിമർശനം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മലയാള മനോരമയുടെ തിരുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.